അല്ലേ ഇതിപ്പോ ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഇന്നലെ രാത്രി സൈതലിയുടെ വീട്ടിൽ ആടിനെ പിടിച്ചു എന്നാ പറഞ്ഞു. കയ്യും കാലൊക്കെ ഉള്ളു ഇത്ര, ബാക്കി കാണാനില്ലെന്നാണ്. അന്റെ വീടിന്റെ അടുത്തല്ലേടോ സൈതലിയുടെ വീട്? അതെ, 3 ആടിനല്ലേ കൊണ്ടുപോയത്. അപ്പൊ നിന്നെപ്പോലുള്ള ചെറുപ്പക്കാർ എവിടെയായിരുന്നു? ഞാൻ സെക്കൻഡ് ഷോന് പോയില്ലേ. എടോ ഈ രാത്രി നേരങ്ങളിൽ ഇറങ്ങി നടക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞല്ലേ? ഇവരോടും പറയണം. പണിയും തോരും ഇല്ല, ഇനി നേരത്തിന് വീട്ടിലെത്തണ്ട. നിങ്ങൾ പുറത്തൊന്നും ഇറങ്ങി നടക്കരുത് കേട്ടോ. ഇതിപ്പോ മൂപ്പര് വരും എന്ന് പറഞ്ഞിട്ട് സത്യശീലം പറഞ്ഞിട്ട് മുമ്പ് ഇപ്പൊ പുലി വരുമെന്നപ്പോ എന്റെ പേടി. പുലി വന്നാലേ ചിരിയൊക്കെ അങ്ങോട്ട് മാറും. അതെ അതെ. മന്മഥന്റെ വണ്ടിയാണുള്ളത്. വരി. നമസ്കാരം. മനസ്സിലായോ? കൊറേ മുമ്പുള്ള പരിചയക്കാരാകളെ. ഇത് പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നെ വാർഡ് മെമ്പർ. അല്ല അപ്പൊ ഇവിടെ എളുപ്പം. അല്ല അപ്പൊ അവിടുന്നൊക്കെ പോന്നോ? എവിടുന്ന്? അല്ല മറ്റേ മൂന്നാറ് ബംഗ്ലാവ് പോന്നാലോ? പോന്നില്ലേ? അത് ഒരു 8-9 വർഷമായിട്ടുണ്ടാവും. അതെല്ലേ? അപ്പൊ സായിപ്പുമ്പരൊക്കെ അവര് പോയി. അവര് ഓസ്ട്രേലിയയിലേക്ക് പോയി. അവരുടെ പഴയ സ്ഥലത്ത്. അവർക്ക് ഇപ്പൊ ഇതൊന്നും ഇവിടുന്ന് പിന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ അതില്. കല്യാണം കഴിഞ്ഞു. പൂനല്ലൂരിന്നാ കല്യാണം കഴിച്ചത്. അല്ലേ കുടുംബകാരും പരിചയം പുതുക്കലൊക്കെ ഇനി സമയമുണ്ടല്ലോ, കാര്യങ്ങളിലേക്ക് കിടക്കുക. അതെ. അപ്പൊ എന്തപ്പ സംഗതി വെച്ചാല് ഇക്കപ്പ് ഇതൊന്നും കണ്ടിട്ട് നമ്മളിപ്പോ അങ്ങനെ ഉണ്ടാ പേടിക്കണ്. നമ്മക്കിപ്പോ ഈ പുലിയൊന്നും വരണ്ടെന്ന് പറഞ്ഞ ഇക്ക് വലിയതൊന്നും തോന്നിയില്ല. അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് വന്നാ പറയും ഇവിടെ പുലി ഇറങ്ങൂല്ലേ എന്നാണ്. തോക്കൊള്ള നന്നായി അല്ല ഇപ്പൊ ആള് വീണേനെ. ഇത് പുലി ഇറങ്ങാൻ സാധ്യതയുള്ള ഏരിയയാണ്. ഇവിടെയുള്ള ആളുകള് വളരെ സൂക്ഷിക്കണം. സത്യത്തില് ഇവിടെ ആർക്കും അപകടമൊന്നും പറ്റിയിട്ടില്ല. ഇതുവരെ പറ്റിയിട്ടില്ല. മനുഷ്യന്മാർക്കൊന്നും പറ്റിയിട്ടില്ല. ആടുകോഴിയൊക്കെ ഇപ്പൊ ഈ പോണം. ആടുകോഴി അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാർക്ക് എടുക്കും. കേട്ടോളി, ഈ അന്ത്യപാത്ര നേരത്തെ സിനിമക്ക് പോണോര് കേട്ടോളി. അല്ല കോയക്കേക്കല്ലേ വിശ്വാസം ഇല്ലായിരുന്നു. അല്ല ഞാൻ ഇപ്പൊ പുലിയുടെ ഒരു രീതി അങ്ങനെയാണ്. വയറിന് വിശപ്പ് വരുമ്പോഴാണ് പുലി പുറത്തേക്ക് ഇറങ്ങുക. അതെ. അപ്പൊ ഈ ആടും കോഴിയൊക്കെ നടന്ന് നിക്കട്ടെ, ആളിലേക്ക് എടുക്കും. എന്റെ പുലിയുടെ മണുണ്ടോ? പുലിയുടെ മണല്ല, അവിടെ എന്തോ ഒരു മണം. അതെ ഇങ്ങോട്ട് പോലെ നടന്ന് സംസാരിക്കും. അതെ, ഈ നമ്മുടെ ഇപ്പൊ ഇവിടെ ഈ താമസിക്കാനുള്ളൊരു സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കണ്ടേ? അതപ്പോ എവിടെയാണ്? അതിപ്പോ കോഴിക്കട സുഹൃത്തല്ലേ, കോഴിക്കട വീട്ടിൽ തന്നെ ആയിക്കോട്ടെ. കൊണ്ട് വിരോധമില്ല. മന്മഥനാണല്ലോ കൊണ്ടുവന്നത്. മന്മഥന്റെ വീട്ടിലെ മതി, വീട്ടിനൊക്കെ സൗകര്യം ഉണ്ടല്ലോ. ശരിയാണ്. എന്റെ അവിടെ ബാത്റൂമൊക്കെ എത്തിയ സൗകര്യം കുറവാണ്. അല്ല അപ്പൊ എന്നാ അങ്ങനെ താമസ സൗകര്യം അങ്ങനെ ആയി, ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടുന്ന് ആവൂലേ? പിന്നെ ഒക്കെ പറയാനുള്ളത് സത്യസാറേ, നമ്മുടെ ഈ ഇവിടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാല് വീടുകളിൽ നിന്ന് ഇങ്ങനെ കോഴിയായിട്ടും ആടായിട്ടും ഒക്കെ ഇങ്ങനെ ദിനം പ്രതി ഇങ്ങനെ ഓരോന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനും കൂടി എന്തെങ്കിലും ഒരു മാർഗങ്ങൾ കണ്ടെത്തണം. അതില് ആ കാര്യം ഓർത്ത് ആരും പേടിക്കണ്ട. എല്ലാത്തിനും